ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ് റോ റിഡക്ഷൻ അൽഗോരിതം അഥവാ എലിമിനേഷൻ പ്രൊസീജിയർ. നമുക്കിനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ. നിർബന്ധമായിട്ടും എല്ലാവരും നന്നായിട്ട് അറിഞ്ഞിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന വലിയ സെക്ഷനുകൾ, വലിയ സെക്ഷൻ മീൻസ് വലിയ മാർക്കിന് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഗോസ് ജോർദാൻ മെത്തേഡ്, ഇവയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതെല്ലാം നമ്മൾ അത്തരത്തിലുള്ള ആ മെത്തേഡുകളൊക്കെ സോൾവ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ മൊഡ്യൂളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കുകളൊന്നാണ് എന്നർത്ഥം. ഓക്കെ, അന്നേരം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, തൊട്ട് മുമ്പ് നമ്മൾ കുറേ ടേമുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് ഈ മൊഡ്യൂളിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു. റോ എക്കലോൺ ഫോം എന്താണ്, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്താണ്, അതുപോലെ തന്നെ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അതായത് ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണോ അതല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് റോ റിഡക്ഷൻ അൽഗോരിതം. അതായത് ഏതെങ്കിലും ഒരു മെട്രിക്സ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം, അതല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം. അത് എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയറാണ് ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അന്നേരം പ്രൊസീജിയർ മാത്രം കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനും അറിയണം. ഓക്കെ, അന്നേരം ഈ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ ഓരോ സ്റ്റെപ്പുകൾ മാത്രം ഞാൻ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടത്തില്ല. ഓക്കെ, അന്നേരം അതിനു മുമ്പായിട്ട് നമ്മൾ മുമ്പ് പഠിച്ച എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രധാനപ്പെട്ട 3 ഓപ്പറേഷൻസ് ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട 3 ഓപ്പറേഷൻ, അത് ഏത് 2 റോയിനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം, ഏതൊരു റോയിനെ നമുക്ക് ഏതൊരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഏതൊരു റോയിനെയും ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട്, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു റോയുമായിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നത് കൂടിയാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പോക്കണം. ഓക്കെ, കാര്യം നമുക്ക് എക്സാമിനേഷന് വലിയ മാർക്കിനൊക്കെ ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ, വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇന്നത്തെ ക്ലാസ് എന്നുള്ളത് ആലോചിക്കുക. അന്നേരം നമ്മൾ സ്റ്റെപ്സ് വായിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മുടെ ജോലി ഇവിടെ ഇതാണ്. അതായത് ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം, അതല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം. എങ്ങനെ? അതിനുള്ള സ്റ്റെപ്പുകളാണ് 6 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ നമ്മൾ ഫോർവേഡ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഈ റോ റിഡക്ഷൻ അൽഗോരിതത്തിൻ്റെ ഫോർവേഡ് ഫേസ് എന്നാണ് ഈ ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ വിളിക്കുന്നത്. 6ാമത്തെ സ്റ്റെപ്പിന് ബാക്ക്വേർഡ് ഫേസ് എന്ന് വിളിക്കുന്നു. ഈ ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ, അതായത് ഫോർവേഡ് ഫേസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മെട്രിക്സ് അത് റോ എക്കലോൺ ഫോമിലോട്ട് മാറിക്കഴിയും. ഓക്കെ, അത് റോ എക്കലോൺ ഫോമായി മാറും. ഓക്കെ, 6ാമത്തെ സ്റ്റെപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലായി മാറും. ഓക്കെ, സ്റ്റെപ്സ് ഓരോന്നും പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ആ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞു പോവാം. ക്വസ്റ്റ്യൻ: യൂസ് എലിമിനേഷൻ മെത്തേഡ് ടു ട്രാൻസ്ഫോം ദി ഫോളോയിങ് മെട്രിക്സ് ടു ദി റോ എക്കലോൺ ഫോം ആൻഡ് ദെൻ ഇൻറ്റു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. അതായത് ആദ്യം തന്നെ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം, അതിനുശേഷം റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം. റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 5 സ്റ്റെപ്പ്, അതായത് ഫോർവേഡ് ഫേസ് യൂസ് ചെയ്യണം. ഓക്കെ, 6ാമത്തെ സ്റ്റെപ്പ് ബാക്ക്വേർഡ് ഫേസ് കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആകും. അന്നേരം എന്ത് തന്നെയായാലും ഈ 6 കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഞാനൊന്ന് എടുത്തെഴുതി. ലെറ്റ് എ ഈസ് ഈക്വൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്തെഴുതി. ഇതിൽ മെട്രിക്സ് എടുത്തെഴുതി കഴിയുമ്പോഴത്തേക്ക് റോയും കോളവും ആദ്യം തിരിച്ചറിയണം എന്താണെന്നുള്ളത്. ഇതാണ് റോ 1, 2, 3, മൊത്തം 3 റോയാണ് ഉള്ളത്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് R1, R2, R3. മൊത്തം എത്ര കോളമുണ്ട്? 1, 2, 3, 4, 5, 6 കോളമുണ്ട്. ഓക്കെ, എനിവേ എന്തോ ആയിക്കോട്ടെ. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മെട്രിക്സ് വന്നു കഴിഞ്ഞാലും ആദ്യം അതിൻ്റെ
ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ലൊക്കേറ്റ് ദ ലെഫ്റ്റ് മോസ്റ്റ് നോൺ സീറോ കോളം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് 1. ഓക്കെ, അന്നേരം ഏതൊരു മെട്രിക്സിന് റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് മാറ്റാനും ആദ്യം ചെയ്യാനുള്ളത് ആ തന്നിരിക്കുന്ന മെട്രിക്സിൽ ലെഫ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്യുക. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. ഓക്കെ, അന്നേരം ഈ സീറോ കോളവും സീറോ റോയും അറിയാമല്ല, അത് ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഒരു റോ സീറോ റോ എന്ന് പറഞ്ഞാൽ ആ റോയിലെ എല്ലാ എലമെൻറ്റും സീറോ ആണെങ്കിൽ അതിനെ സീറോ റോ എന്ന് വിളിക്കാം. ഒരു കോളത്തിലെ എല്ലാ എലമെൻറ്റും സീറോ ആണെങ്കിൽ അത് സീറോ കോളമാണ്. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റെങ്കിലും സീറോ അല്ലാത്തതുണ്ടെങ്കിൽ അത് സീറോ റോ ആണ്, സീറോ കോളം ആണ്. ഓക്കെ, അത് ആദ്യം ലെഫ്റ്റിൽ നിന്നുള്ള നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ലെഫ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ നോൺ സീറോ കോളം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോൺ സീറോ കോളത്തിലെ ആദ്യത്തെ എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം. ഇതാണ് നോൺ സീറോ കോളം. അതിൽ ആദ്യത്തെ എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം, സീറോ ആകാൻ പാടില്ല. പക്ഷേ ഇവിടെ സീറോ ആണ്. ഓക്കെ, അങ്ങനെ സീറോ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ്റർചേഞ്ച് ദ ടോപ്പ് റോ വിത്ത് അനദർ റോ ഇഫ് നെസസറി ടു ബ്രിങ് എ നോൺ സീറോ എൻട്രി ടു ദ ടോപ്പ് ഓഫ് ദി കോളം ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1. അതായത് നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം. ഇനി സീറോ ആണ് എങ്കിൽ നോൺ സീറോ ആക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റോയുമായിട്ട് അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ സാധനം സീറോ ആകാൻ പാടില്ല, അതാണ് റൂള്. സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, അന്നേരം സീറോ ആകാതിരിക്കാനായിട്ട് ഒന്നെങ്കിൽ ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സീറോയെ മാത്രമായിട്ട് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതിനാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻ പഠിപ്പിച്ചത്. ഓക്കെ, ഏതെങ്കിലും ഇതിപ്പോൾ സീറോ അടങ്ങുന്ന റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ആണല്ലോ. ഓക്കെ, ആ സീറോ അടങ്ങുന്ന റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയാണ്. ആ ഫസ്റ്റ് റോയിനെ നമുക്ക് സെക്കൻഡ് റോയുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ തേർഡ് റോയുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ചിൻ്റെ നൊട്ടേഷൻ അറിയാമല്ലോ, R1. ഇതിൻ്റെ മീനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ ഇട്ട് കഴിഞ്ഞാൽ R1 ഇൻ്റർചേഞ്ചസ് ടു R2. ഞാൻ R1ഉം R2ഉം കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് R1 R2 കൂടി ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഈ R2 കംപ്ലീറ്റ് മൊത്തത്തിലെടുത്തങ്ങ് R1ൻ്റെ പ്ലേസിൽ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ R1 കംപ്ലീറ്റ് എടുത്ത് R2ൻ്റെ സ്ഥലത്തും പ്ലേസ് ചെയ്യുക. ഓക്കെ, പരസ്പരം ആ റോ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ഓക്കെ, അതാണിതാ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെയാണ്. ഇനി തേർഡ് സ്റ്റെപ്പ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ആദ്യത്തെ ലെഫ്റ്റിലുള്ള നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നോൺ സീറോ കോളത്തിൽ ആദ്യത്തെ മെമ്പർ നോൺ സീറോ ആയിരിക്കണം. ഇനി നോൺ സീറോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് നോൺ സീറോ ആക്കാം. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് ആ നോൺ സീറോ നമ്പർ 1 ആയിരിക്കണം. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇഫ് ദ എൻട്രി ദാറ്റ് ഈസ് നൗ അറ്റ് ദി ടോപ്പ് ഓഫ് ദി കോളം ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1 ഈസ് സം നമ്പർ, എന്തോ ആയിക്കോട്ടെ, മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് റോ ബൈ 1 ബൈ ദാറ്റ് നമ്പർ ഇൻ ഓർഡർ ടു ഇൻട്രൊഡ്യൂസ് എ ലീഡിങ് 1. അതായത് ഞാൻ ഇംഗ്ലീഷ് പറയുന്നില്ല. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റെപ്പ് പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ലെഫ്റ്റ് മോസ്റ്റ് നോൺ സീറോ കോളം കണ്ടെത്തി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം. ഇനി നോൺ സീറോ അല്ല, സീറോ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് നോൺ സീറോ ആക്കുക. അതാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നോൺ സീറോ നമ്പർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, ഇനി 1 അല്ലെന്നുണ്ടെങ്കിൽ, 1 അല്ലാത്ത ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലുണ്ട്. അതായത് 1 ബൈ ആ നമ്പർ ഇവിടെ 2 അല്ലേ, 1/2 കൊണ്ട് ആ റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഏത് നമ്പറായാലും 1 ബൈ ദാറ്റ് നമ്പർ, ഏതാണോ അവിടെ കിടക്കുന്ന നമ്പർ, ആ 1 ബൈ ദാറ്റ് നമ്പർ കൊണ്ട് ആ റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും? അത് 1 ആകും. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, അന്നേരം തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ നോൺ സീറോ നമ്പർ 1 ആക്കുക. 1 ആക്കാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൊത്തത്തിൽ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഇത് ഏത് റോയാ? R1. ഓക്കെ, അന്നേരം R1-നാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. R1 ചേഞ്ചസ് ടു എന്താ ചേഞ്ച്? ഈ R1-ലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആകണം. 1 ആകണം എന്നുണ്ടെങ്കിൽ 1/2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് റോയിന്? R1-നെ തന്നെ. അതായത് R1 ചേഞ്ചസ് ടു 1/2 കൊണ്ട് R1-നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/2 R1. ഓക്കെ, അന്നേരം R1-നെ കംപ്ലീറ്റ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/2 മീൻസ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അതായത് 2/2 1 ആയി. ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/2 2 എന്ന് വരും, -10/2 -5, 6/2 3 എന്ന് വരും, 12/2 6 എന്ന് വരും, 28/2 14 എന്ന് വരും. ഓക്കെ ആണ്. അന്നേരം ആ എലമെൻറ്റ് 1 ആയി. ആ 1 ആണ് ലീഡിങ് 1. അന്നേരം ലീഡിങ് 1 കിട്ടിയേ. അന്നേരം 3 സ്റ്റെപ്പായി. ഓക്കെ, 3 സ്റ്റെപ്പായി. ക്ലിയർ ആണല്ലോ 3 സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലീഡിങ് 1-ന് താഴെയുള്ള എല്ലാ നമ്പറും 0 ആയിരിക്കണം. ലീഡിങ് 1-ന് താഴോട്ടുള്ള എല്ലാ നമ്പറും 0 ആയിരിക്കണം. ലീഡിങ് 1-ന് താഴെയുള്ള നമ്പർ ഏതൊക്കെ അവിടെ കിടക്കുന്നത്? ആദ്യത്തെ നമ്പർ അത് 0 ആണ്, ഞാൻ അതൊന്നും ചെയ്യേണ്ട. ഇനി 2 അതിനെ 0 ആക്കണം. ഇവിടെ തൊട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇതുവരെ ചെയ്ത ഓപ്പറേഷൻസൊക്കെ വളരെ സിമ്പിളായിരുന്നു. ഇത്തരത്തിൽ ലീഡിങ് 1-ന് താഴോട്ട് 0 ആക്കുന്ന ഓപ്പറേഷൻ ശ്രദ്ധിച്ചോണം. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം, അത് നോക്കിക്കോണം. അന്നേരം നമുക്ക് 0 ആക്കേണ്ടത് ഈ 2 ആണ് 0 ആക്കേണ്ടത്. അന്നേരം ഏത് നമ്പറാണോ 0 ആക്കേണ്ടത് അത് ഏത് റോയിലാണെന്ന് ആദ്യം നോക്കുക. അത് തേർഡ് റോയിലാണ്, അതായത് തേർഡ് റോയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതാണ് അതിനർത്ഥം. R3 ചേഞ്ചസ് 2, R3 ചേഞ്ചസ് 2. R3 ഏത് റോയാണോ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ആ റോയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. R3 ചേഞ്ചസ് ടു R3 ഇത്ര എഴുതാൻ അറിയാമല്ലോ. ഓക്കെ, അന്നേരം ഇനി നമുക്ക് ഈ 2 ആണ് 0 ആക്കാനുള്ളത്. 2 0 ആക്കുന്നത് എപ്പോഴും ഈ ലീഡിങ് 1 ഏതാണോ ലീഡിങ് 1 വെച്ചിട്ടാണ് നമുക്ക് ആ 2 0 ആക്കേണ്ടത്. ഓക്കെ, ലീഡിങ് 1 വെച്ചിട്ടാണ് 0 ആക്കേണ്ടത്. അന്നേരം നോക്കുക. അന്നേരം നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് ഈ 2 ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അത് R3 2 മീൻസ് ആ 2 0 ആക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് 2 0 ആക്കണം. 2 0 ആക്കാനായിട്ട് 2 ഏത് റോയിലാണെന്ന് നോക്കുക, R3യിലാണ്. അന്നേരം ആദ്യം ആ R3 അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. R3 2 4 -5 6 -5 -1. അത് ഞാൻ ദാ ഇങ്ങോട്ടങ്ങ് എഴുതി, റഫ് വർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയാണ്. ഓക്കെ, അത് എഴുതി. എന്നിട്ട് നമുക്ക് ആ 2 0 ആക്കുന്ന മാർഗ്ഗമാണ് പറയുന്നത്. ഇനി ലീഡിങ് 1 വെച്ചിട്ടാണ് 0 ആക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ലീഡിങ് 1 ഉള്ളത് ഫസ്റ്റ് റോയിലാണല്ലോ. അന്നേരം ലീഡിങ് 1-നെ എന്തോ ചെയ്യണമെന്നറിയാവോ? ഇവിടെ ഏത് നമ്പറാണോ ആ നമ്പർ കൊണ്ട് ആ ലീഡിങ് 1 ഉള്ള റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അത് ഏത് നമ്പറാണോ ആ നമ്പർ. ഓക്കെ, 2 കൊണ്ട് ആ ഫസ്റ്റ് റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോയെ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ വരുമെന്ന് അറിയാം, മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. അതാണ് ഞാൻ അതായി താഴെ എഴുതിയിരിക്കുന്നത്. അന്നേരം R3 തേർഡ് റോ ഞാൻ ആദ്യം എഴുതി. ഇനി ലീഡിങ് 1 ഉള്ള റോ ഏതാണോ ആ റോയിന് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ ഏതാണോ നമുക്ക് 0 ആക്കേണ്ട നമ്പർ ഏതാണോ ആ നമ്പർ കൊണ്ട് ആ ഫസ്റ്റ് റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് വരേണ്ടുള്ളത് R3യുടെ പ്ലേസിൽ എന്താണ് വരേണ്ടുള്ളത്? ദാറ്റ് മീൻസ് ഈ സാധനം 0 ആകുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഈ സാധനം 0 ആക്കണം. ഓക്കെ, 0 ആകാനായിട്ടാണ് ഈ ചെയ്ത പ്രോസസ്സ്. ഇവ തമ്മിൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ആദ്യത്തെ ഈ നമ്പർ 0 ആകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവ തമ്മിൽ പരസ്പരം സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് R3യിൽ പുതിയ വരുന്ന നമ്പർ. ഒന്നും കൂടെ പറഞ്ഞുതരാം, അത് നോക്കുക. അതായത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് 1-ന് താഴോട്ടുള്ള എല്ലാം 0 ആക്കണം. ഇത് 0 ആണ്. ഇനി ഈ 2 0 ആക്കണം. ഓക്കെ, ആ 2 0 ആക്കാനായിട്ട് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ 2 ഏത് റോയിലാണ്? R3യിലാണ്. അന്നേരം R3 ആണ് ചേഞ്ച് വരാൻ പോകുന്നത്. R3 എന്ന് പറയുന്ന റോയ്ക്കാണ് ചേഞ്ച് വരാൻ പോകുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്താ ചേഞ്ച് എന്നറിയാമോ? R3 ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ R3 ഉള്ള ഈ നമ്പർ ആദ്യം എഴുതുക. 2 4 -5 6 -5 -1 അതങ്ങോട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മളുടെ ലക്ഷ്യം ഈ 2 0 ആക്കാനാണ്. ആ 2 0 ആക്കാനായിട്ട് ലീഡിങ് 1 ഉള്ള റോ വെച്ചിട്ടാണ് അതിനെ 0 ആക്കുന്നത്. അതായത് ലീഡിങ് 1 ഉള്ള റോ എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ. അന്നേരം ആ ഫസ്റ്റ് റോയിന് ഇവിടുത്തെ നമ്പർ ഏതാണോ 0 ആക്കേണ്ടത് ആ പ്ലേസിലുള്ള നമ്പർ ഏതാണോ ആ നമ്പർ കൊണ്ട് ഈ ഫസ്റ്റ് റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഓക്കെ ആണ്. അന്നേരം ഈ ആദ്യത്തെ 2 നമ്പരും 2 ആയില്ലയോ? ഓക്കെ, ആദ്യത്തെ 2 നമ്പരും 2 ആയില്ലയോ? ക്ലിയർ ആണോ? ഇത് 2 ആണ്. ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇതും 2 ആയി. ഇനി പരസ്പരം കുറച്ച് കഴിഞ്ഞാൽ എന്താകും? 0 ആകും. ശരിയല്ലേ? അന്നേരം സൈൻ എന്താണെന്നുള്ളത് പിന്നീടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് R3യിൽ നിന്നും 2 R1 കുറയ്ക്കുന്നു. R1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിന് എവിടെയാണ് എഴുതേണ്ടുള്ളത്? R3യിലാണ് എഴുതേണ്ടുള്ളത്. കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഏത് റോയിലെ എലമെൻ്റാണോ ചേഞ്ച് ചെയ്യുന്നത് ആ റോയിലാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇത് താണ്ട ഈ നമ്പറല്ലേ 0 ആക്കേണ്ടത്, അത് ഏത് റോയിലാണ്? R3യിലാണ്. അതുകൊണ്ട് ഈ ചെയ്ത ഓപ്പറേഷനിൽ കിട്ടുന്ന നമ്പർ മൊത്തം അതുപോലെ എടുത്ത് ഈ R3യുടെ പ്ലേസിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ,
അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അന്നേരം നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ഇത്രയാണ്. അത് R3 ആണ് ചേഞ്ച് ചെയ്തത്. എന്താ ചേഞ്ച് ചെയ്തത്? R3 മൈനസ് 2R1 ഇതാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ആ സാധനം അങ്ങോട്ട് എടുത്ത് ഇവിടെ എഴുതി. കണ്ട, അന്നേരം ഈ 1 താഴെയുള്ള എല്ലാം 0 ആയേ. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ് ക്ലിയർ ആയേ. അന്നേരം ഫോർത്ത് സ്റ്റെപ്പ് വരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കണം. കാര്യം ഇനി ഈ 4 സ്റ്റെപ്പുകൾ തന്നെ ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ 4 സ്റ്റെപ്പുകൾ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. അന്നേരം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ആദ്യത്തെ ലെഫ്റ്റിലുള്ള നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നോൺ സീറോ കോളത്തിൻ്റെ ആദ്യത്തെ നമ്പർ നോൺ സീറോ ആയിരിക്കണം. ഇനി 0 ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റോയുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് നോൺ സീറോ ആക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നോൺ സീറോ നമ്പർ, ആ നോൺ സീറോ കോളത്തിലെ ആദ്യത്തെ നമ്പർ നോൺ സീറോ ആണ്, ആ നോൺ സീറോ നമ്പർ 1 ആക്കണം. 1 ആക്കാനായിട്ട് 1 അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള നമ്പർ ഏതാണോ ആ നമ്പറിൻ്റെ 1/that നമ്പർ കൊണ്ട് അതിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1 ആയി മാറും. ആ 1-നെയാണ് ലീഡിങ് 1 എന്ന് വിളിക്കുന്നത്. തേർഡ് സ്റ്റെപ്പായി. ഇനി ആ ലീഡിങ് 1-ന് താഴോട്ടുള്ള എല്ലാ എലമെൻറ്റും 0 ആക്കണം. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഈ ലീഡിങ് 1 ഉള്ള റോയും അതിന് മുകളിലോട്ട് റോ ഉണ്ടെങ്കിൽ അതും നമ്മളങ്ങ് കളയുക. ഓക്കെ, ഇനി അത് നോക്കിയേ വേണ്ട. കാര്യം ഇനി ഈ റോയ്ക്ക് വ്യത്യാസമൊന്നും വരില്ലെന്നർത്ഥം. ഓക്കെ, ഇനി ആ റോ കളയുക. ഓക്കെ, ഇനി അതിന് താഴോട്ടുള്ള 2 റോ ഉണ്ടല്ലോ, ആ 2 റോയിൽ എവിടെ നിന്നാണോ നോൺ സീറോ കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നൊരു മെട്രിക്സ് സങ്കല്പിക്കുക. ഇത് 0 കോളോ, ഇതും 0 കോളോ. അതായത് ഇവിടെ നിന്നല്ലേ നോൺ സീറോ കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് -2 5. അവിടെ നിന്ന് ഞാനൊരു മെട്രിക്സ് അതിനെയാണ് സബ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഏത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇനി ഈ സബ് മെട്രിക്സിനകത്ത് മാത്രം ഈ നമ്പറിന് മാത്രമേ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ബാക്കി നമ്പേഴ്സിനൊന്നും ചേഞ്ച് വരത്തില്ലെന്നർത്ഥം. ഓക്കെ, എവിടം വരെയാണ്? സ്റ്റെപ്പ് 5 വരെ. അതായത് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്നത് വരെ നമുക്ക് ഈ പറയുന്ന സബ് മെട്രിക്സിനകത്ത് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. ബാക്കി ഒന്നിനും ഇനി ചേഞ്ച് ഉണ്ടാകില്ല. ഓക്കെ, അന്നേരം ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ സബ് മെട്രിക്സിനാണ്. ആ സബ് മെട്രിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതി. ഓക്കെ, കാര്യം ഇനി ജസ്റ്റ് റഫായിട്ട് എഴുതിയിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അതാണ് എളുപ്പം. ഓക്കെ, ബാക്കിയുള്ളതിനൊന്നും ചേഞ്ച് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് മാത്രം ഇങ്ങോട്ട് എടുത്തെഴുതിയത്. അത് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, ഇനി വീണ്ടും പഴയ പരിപാടി ആദ്യം തൊട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ നോൺ സീറോ കോളം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ നോൺ സീറോ കോളം ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ആ നോൺ സീറോ കോളത്തിൻ്റെ ആദ്യത്തെ നമ്പർ നോൺ സീറോ ആയിരിക്കണം. അത് നോൺ സീറോ ആണ്. ഓക്കെ, നോൺ സീറോ മാത്രമായാൽ പോരാ. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? അത് 1 ആയിരിക്കണം. ഇനി ഈ -2-നെ 1 ആക്കണം. അന്നേരം 1 അല്ല, 1 ആക്കാനുള്ള പരിപാടി എന്താണ്? 1 ഡിവൈഡഡ് ബൈ എന്താണോ അവിടുത്തെ നമ്പർ ആ നമ്പർ കൊണ്ട് മൊത്തത്തിൽ ആ റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1/-2 മീൻസ് -1/2. അത് -1/2 കൊണ്ട് ഈ റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അത് ചെയ്യാമല്ലോ. ഈ റോ എന്ന് പറഞ്ഞാൽ അത് ഏത് റോയാണ്? സെക്കൻഡ് റോയാണ്. നമ്മളിങ്ങോട്ട് എടുത്ത് എഴുതിയോണ്ടാണ്. ഇവിടെ നോക്കുക, ഈ സാധനം അത് ഏത് റോയിലാണ് കിടക്കുന്നത്? സെക്കൻഡ് റോ, R2 എലമെൻറ്റാണ്. കണ്ടോ? അന്നേരം ഓപ്പറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം R1 എന്ന് എഴുതി കളയരുത്. ഓക്കെ, അന്നേരം R2 എലമെൻറ്റാണ്. അന്നേരം R2-നെ കംപ്ലീറ്റ് എന്തോ ചെയ്യണം? R2 ആണ് ചേഞ്ച് ആകാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഓപ്പറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇതിനെയാണ് നമുക്ക് 1 ആക്കാനുള്ളത്. അത് ഏത് റോയിലെയാണ്? സെക്കൻഡ് റോയിലെയാണ്. അന്നേരം R2 ആണ് ചേഞ്ച് ചെയ്യുന്നത്. R2 ചേഞ്ചസ് ടു ഇതിനെ 1 ആക്കണം. 1 ആക്കണമെങ്കിൽ ആ റോയിനെ, അതായത് R2-നെ കംപ്ലീറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -1/2 R2. ഇതാണ് പരിപാടി. അതും എഴുതി. ഓക്കെയാണ്. അന്നേരം മൊത്തത്തിൽ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനറിയാമല്ലോ. ഇതിനെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവും. ഇതിനെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -7/2. ഇതിനെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -6 ആണെന്ന് വരും. ഓക്കെയാണ്. അത്രയും ചെയ്തു. ഇപ്പം ലീഡിങ് 1 കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ലീഡിങ് 1-ന് താഴോട്ടുള്ള എല്ലാം 0 ആക്കണം. ലീഡിങ് 1-ന് താഴോട്ടുള്ള എല്ലാം 0 ആക്കണം. ലീഡിങ് 1-ന് താഴോട്ടുള്ള ഒരെണ്ണേ ഉള്ളൂ 5 0 ആക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. 0 ആക്കുന്നതാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. 0 ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 5 ആണ് 0 ആക്കാനുള്ളത്. 5 ഏത് റോ ആണെന്ന് ശ്രദ്ധിക്കുക. R3-ൽ വരുന്ന സാധനമാണ് 5. അന്നേരം 5 ആണ് 0 ആക്കേണ്ടത്. ദാറ്റ് മീൻസ് 5-നാണ് ചേഞ്ച് വരേണ്ടത്. അന്നേരം 5 ഏത് റോയാണ്? R3 ആണ്. സോ R3-ക്കാണ് ചേഞ്ച്. R3 ചേഞ്ചസ് ടു. R3 ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ R3-ൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് R3-യിലെ എലമെൻറ്റ്സ് നമുക്ക് ഇതാണ് 0 ആക്കാനുള്ളത്. അന്നേരം ഈ എലമെൻറ്റ്സ് ഇത്രയാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ആ എലമെൻറ്റ്സ് ഞാൻ ആദ്യമേ ഇങ്ങോട്ട് എഴുതി. 5 0 -17
-29 അതെഴുതിയേ, അതെഴുതി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ 5 0 ആക്കാനായിട്ട് അതിന് തൊട്ട് മുകളിലുള്ള ലീഡിങ് വൺ ഏതാണോ അത് വെച്ചിട്ടാണ് 0 ആക്കാനുള്ളത്. അന്നേരം ലീഡിങ് വൺ എന്ന് വെച്ചാൽ ഇതാണല്ല. ഓക്കെ, അന്നേരം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആ ലീഡിങ് വണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ നമ്പർ ഏതാണോ ആ നമ്പർ കൊണ്ട് ആ ലീഡിങ് വണ്ണുള്ള റോയെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടുത്തെ നമ്പർ 5 അല്ലേ, ആ 5 കൊണ്ട് ലീഡിങ് വണ്ണുള്ള റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ലീഡിങ് വണ്ണുള്ള റോ എന്ന് വെച്ചാൽ R2 ആണ്. R2 ഇത് R2 എലമെൻ്റാണ്, ഇത് പ്രത്യേകം ഓർത്തോണേ, R2 മെമ്പറാണ്. ഓക്കെ, അന്നേരം അതിനെ കംപ്ലീറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 5 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിനെ കംപ്ലീറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ നമ്പർ വരുന്നത് എന്നുള്ളത് താണ്ട് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. താണ്ട് R3 ഞാൻ എഴുതി. ഓക്കെ, അതുപോലെ തന്നെ ആ R2നെ കംപ്ലീറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ വന്നു. അന്നേരം ഈ ആദ്യത്തെ 2 നമ്പർ എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി. കുറയ്ക്കാൻ അറിയാമല്ലോ, കുറയ്ക്കാനൊക്കെ നിങ്ങൾ ചെയ്താൽ മതി, അതൊന്നും ഞാൻ പറയുന്നില്ല. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. അതായത് R3 - 5 R2 അതാണ് നമ്മൾ ചെയ്തത്. ക്ലിയർ ആണല്ലോ? ആ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്ക് 0 0 1/2 1 എന്ന് വന്നു. അന്നേരം അതും കിട്ടി. അതായത് ലീഡിങ് വണ്ണിന് താഴെ എന്തായി? 0 ആയി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അന്നേരം നമ്മൾ ചെയ്തത് എന്താണ്? ഈ മെട്രിക്സിനെയാണ്, ഈ സബ് മെട്രിക്സിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. അന്നേരം ഈ സബ് മെട്രിക്സിൻ്റെ പ്ലേസിൽ ഇതെടുത്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. അതിന് പകരം അത് കൊടുത്തു, വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ആണ്. അന്നേരം നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ലീഡിങ് വണ്ണുള്ള റോയും അതിന് മുകളിലോട്ടുള്ള റോയും നമ്മൾ ഒഴിവാക്കുക. ഇത് ലീഡിങ് വണ്ണുള്ള റോയ. ഓക്കെ, അതിന് മുകളിലോട്ടുള്ള റോ, അത് ലീഡിങ് വണ്ണുള്ള റോയ, അതും എലിമിനേറ്റ് ചെയ്തു. അത് ഇത്ര എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള റോ എത്രയുണ്ടോ ആ റോയിൽ നോൺ സീറോ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന കോളം ഏതാണോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സബ് മെട്രിക്സ് മാർക്ക് ചെയ്യുക. ഇത് 0 ആയി എടുക്കേണ്ട, ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 0 ആയി. ബാക്കി നോൺ സീറോ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണല്ലോ, അവിടെ നിന്നൊരു കോളം ഞാൻ മാർക്ക് ചെയ്തു. ആ കോളത്തിൽ രണ്ട് കോളമാണ് ആകെ ഉള്ളത്. ഒരു 1/2 എന്ന് പറയുന്നൊരു കോളവും 1 എന്ന് പറയുന്നൊരു കോളവും. ഓക്കെയാണ്. 2 എലമെൻറ്റ് ആ സബ് മെട്രിക്സിനകത്തുള്ളൂ. 1/2 1. ഓക്കെ ആണല്ലോ? ആ 1/2 1 ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇനി അതിനകത്ത് വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തെ ലെഫ്റ്റിലുള്ള നോൺ സീറോ കോളം കണ്ടെത്തുക. ഇതാണ് നോൺ സീറോ കോളം. ആ നോൺ സീറോ കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് നോൺ സീറോ നമ്പർ ആയിരിക്കണം. ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, അത് നോൺ സീറോ ആണ്. നോൺ സീറോ ആയാൽ മാത്രം പോരാ, അതെന്താകണം? 1 ആകണം. ഓക്കെ, 1 ആകണം. 1 ആകാനായിട്ട് എന്താ പരിപാടി? 1 ഇവിടെ ഉള്ള നമ്പർ ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/1/2. 1/1/2 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. ശരിയല്ലേ? റെസിപ്രോക്കൽ എടുത്താൽ മതി, 2 എന്ന് വരും. ഓക്കെ, ആ 2 കൊണ്ട് മൊത്തത്തിൽ ആ റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൊത്തത്തിൽ ആ റോയിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇത് ഏത് റോയാ? R3 ആണ്. ഓക്കെ, അതായത് R3 ചേഞ്ചസ് ടു R3യെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2R3. ഓക്കെ ആണല്ലോ? അന്നേരം 2R3 ചെയ്യുമ്പോഴത്തേക്ക് അത് 1 ആയി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സ്റ്റേജ് വെച്ചാൽ ആ 1 ആണ് ലീഡിങ് വൺ. അതിന് താഴോട്ടുള്ള എല്ലാ മെമ്പറും 0 ആക്കണം. അതിന് താഴോട്ട് നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല, നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുക, വേറൊന്നും ചെയ്യാനില്ല. അന്നേരം ഈ 1/2 1 പകരം നമ്മൾ ചേഞ്ച് ചെയ്ത് 1 2 എന്നാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ പ്ലേസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? അന്നേരം ഇപ്പം നമുക്ക് ഏകദേശം ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ ഫോർവേഡ് ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതിപ്പോൾ ഒരു റോ എക്കലോൺ ഫോമിലായിട്ടുണ്ട്. റോ എക്കലോൺ ഫോം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ഓൾറെഡി മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലോട്ട് ഞാനിനി പോകുന്നില്ല. റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്ന രീതികളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. എന്നാൽ നമ്മളുടെ സ്റ്റേജ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ലെഫ്റ്റ് മോസ്റ്റ് നോൺ സീറോ കോളം കണ്ടെത്തുക. ആ കോളത്തിൻ്റെ ആദ്യത്തെ നമ്പർ നോൺ സീറോ ആയിരിക്കണം. ഇനി 0 ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് ഏതെങ്കിലും റോയായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് നോൺ സീറോ ആക്കുക. ആ നോൺ സീറോ നമ്പർ മസ്റ്റായിട്ടും 1 ആകണം. ആ 1 ആണ് ലീഡിങ് വൺ. 1 ആക്കാനായിട്ട് അവിടുത്തെ നോൺ സീറോ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ആ റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ആയി. ഓക്കെ, 1 ആയിക്കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് ആ 1ന് താഴെയുള്ള, അതായത് ലീഡിങ് 1ന് താഴെയുള്ള നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആക്കണം. ഇതാണ് ആദ്യത്തെ 4 സ്റ്റെപ്പ്. പിന്നെ അതിനുശേഷം സബ് മെട്രിക്സ് കണ്ടുപിടിക്കുക. വീണ്ടും ഇതേ 4 പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും സബ് മെട്രിക്സ് കണ്ടുപിടിക്കുക. വീണ്ടും ഇതേ 4 സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് റോ എക്കലോൺ ഫോമായി മാറും. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ റോ എക്കലോൺ ഫോം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പോൾ റോ എക്കലോൺ ഫോമായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് റോ എക്കലോൺ ഫോം മാത്രം പോരല്ലോ, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ദ എൻറ്റയർ മെട്രിക്സ് ഈസ് നൗ ഇൻ റോ എക്കലോൺ ഫോം ടു ഫൈൻഡ് ദി റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഇനി റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റണം. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റാനായിട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ ഈ റോ എക്കലോൺ ഫോം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ റോ എക്കലോൺ ഫോമിൽ ഏറ്റവും അവസാനം കിട്ടിയ ലീഡിങ് വൺ അവിടുന്ന് ബാക്കിലോട്ടാണ് ഇനി ചെയ്തു പോകുന്നത് നമ്മൾ. ഓക്കെ, അവിടുന്ന് ബാക്കിലോട്ടാണ് നമ്മൾ ചെയ്തു പോകാൻ പോകുന്നത്. ആ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് വെച്ചാൽ അറിയാമല്ല, റോ എക്കലോൺ ഫോമിൽ നിന്ന് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് വ്യത്യാസം എന്താ? ഡെഫിനിഷൻ പറഞ്ഞതനുസരിച്ച്, അതായത് റോ എക്കലോൺ ഫോം ആക്കി കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആവാനായിട്ട് ഈ ലീഡിങ് വണ്ണിന് മുകളിലുള്ള എല്ലാ എലമെൻറ്റും 0 ആകണം. ഇത് തന്നെയാണ് കണ്ടീഷൻ. ലീഡിങ് വണ്ണിന് മുകളിലുള്ള എല്ലാ എലമെൻറ്റും 0 ആയിക്കഴിഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമായി. അന്നേരം ഈ വണ്ണിന് മുകളിലുള്ള ഈ 2 എലമെൻറ്റും 0 ആകണം, വണ്ണിന് മുകളിലുള്ള ഈ എലമെൻറ്റ് 0 ആകണം. ഈ വണ്ണിന് മുകളിൽ എലമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട. അന്നേരം നമ്മുടെ ജോലി ഇത്രയാണ്. ഇത് 0 ആക്കണം, അത് ഓൾറെഡി 0 ആണ്. ഇതും 0 ആക്കണം, ഇതും 0 ആക്കണം. ഈ 2 കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമായി. അന്നേരം ആദ്യം ചെയ്യേണ്ടത് അവസാനത്തെ ഏറ്റവും അവസാനം കിട്ടിയ ലീഡിങ് വൺ ഏതാണോ അതിന് മുകളിലുള്ള എലമെൻറ്റാണ് ആദ്യം 0 ആക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അന്നേരം അതിന് മുകളിലുള്ള എലമെൻ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ വണ്ണിന് താഴെയുള്ള എലമെൻറ്റ് 0 ആക്കിയില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. അന്നേരം ഈ എലമെൻറ്റും ഈ എലമെൻറ്റുമാണ് നമുക്ക് 0 ആക്കാനുള്ളത്. അന്നേരം ഇത് 0 ആയതുകൊണ്ട് അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഈ 6 ആണ് നമുക്ക് 0 ആക്കാനുള്ളത്. ഓക്കെ, 6 ആണ് 0 ആക്കാനുള്ളത്. 6 ഏത് റോയിലാണ്? R1ലാണ്. അന്നേരം R1 ചേഞ്ചസ് ടു R1ൽ നിന്നും തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, R1 മൈനസ് എന്താ ചെയ്യാനുള്ളത്? R1 മൈനസ് അല്ലല്ലോ, ഒരു സ്റ്റെപ്പ് വിട്ടുപോയി കേട്ടോ, ഒരു സ്റ്റെപ്പ് വിട്ടുപോയി. ഞാൻ ഈ ഒരു മെട്രിക്സ് എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് തൊട്ടുമുമ്പ് ഒരു മെട്രിക്സ് ഉണ്ട്, അതിനകത്ത് ഇതാണല്ലോ നമ്മുടെ അവസാനം ചെയ്ത് വെച്ച സ്റ്റെപ്പ്. ഇതാണ് റോ എക്കലോൺ ഫോം. ഓക്കെ, ഇതാണ് റോ എക്കലോൺ ഫോം. അന്നേരം റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആവണമെങ്കിൽ വണ്ണിന് മുകളിലുള്ള എല്ലാ എലമെൻറ്റും 0 ആകണം. അന്നേരം ഇത് 0 ആകണം. ഓക്കെ, ഇവിടുത്തെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി 0 ആയ ഇവിടെ, അത് 0 ആക്കിയ സ്റ്റെപ്പായി കിടക്കുന്നത്. അന്നേരം ഇത് 0 ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അത് വിട്ടുപോയി, സോറി. അന്നേരം നമ്മുടെ ജോലി പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ അവസാനം കിട്ടിയ ലീഡിങ് വൺ ഏതാണോ ആ ലീഡിങ് വണ്ണിന് മുകളിലുള്ള 2 എലമെൻറ്റും 0 ആക്കണം. ഇത് രണ്ടും 0 ആക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അന്നേരം ഈ -7/2 ആണ് 0 ആക്കാനുള്ളത്. -7/2 0 ആക്കണം. -7/2 ഏത് റോയിലാണ്? R2ലാണ്. അന്നേരം R2 ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. എന്താ ചേഞ്ച്? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ R2ൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. R2. ഓക്കെ, R2 എന്ന് വെച്ചാൽ -7/2. ആ നമ്പർ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. എന്നിട്ട് ആ റോയിൽ മൊത്തത്തിൽ അതങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, -7/2. ഈ -7/2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 0 ആകുന്നത്? 7/2 ആഡ് ചെയ്താലല്ലേ 0 ആകത്തുള്ളൂ. ശരിയിലൂടെ -7/2 + 7/2 അല്ലേ 0 ആകുന്നു. എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു റോയിലെ എലമെൻറ്റിനെ 0 ആക്കാനായിട്ട് അതിന് തൊട്ട് മുകളിലുള്ള ഏതാണ് ലീഡിങ് വൺ വെച്ചിട്ടാണ് 0 ആക്കാനുള്ളത്. ഇവിടെ തൊട്ട് താഴെയാണെന്ന് മാത്രം. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അതിന് താഴെയുള്ളത്. എന്നിരുന്നാലും ആ കോളത്തിലുള്ള ലീഡിങ് വൺ അത് തന്നെയാണ്. ആ കോളത്തിലുള്ള ലീഡിങ് വണ്ണിൻ്റെ സഹായത്താലാണ് 0 ആക്കുന്നതെന്ന് ആദ്യം ഓർത്തോണം. ഓക്കെ, അന്നേരം ലീഡിങ് വൺ ഇതാണ്. ഓക്കെ, ആ ലീഡിങ് വൺ അതായത് തേർഡ് റോ, ഈ തേർഡ് റോയിനെ കംപ്ലീറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അന്നേരം +7/2 R3. ഓക്കെ, R3 അല്ലേ ലീഡിങ് വൺ ഉള്ളത്. ആ വണ്ണിലൂടെ 7/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം -7/2 + 7/2 എന്താകും? 0 ആകും. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇതാണ് 0 ആക്കാനുള്ളത്. ദാറ്റ് മീൻസ് R2 ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, R2 ആണ് ചേഞ്ച് ചെയ്യാനുള്ളതെങ്കിൽ എപ്പോഴും വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരുന്നോണം. ഈ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഏത് എലമെൻ്റാണോ നിങ്ങൾക്ക് 0 ആക്കാനുള്ളത് അതിൻ്റെ റൈറ്റിലോട്ട് മാത്രമേ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ആ എലമെൻറ്റ്സിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല എന്നുകൂടി ആലോചിച്ചോണം. അതുകൊണ്ട് എല്ലാ നമ്പറിലും കൊണ്ടിരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. അതും കൂടി ഒന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഏത് എലമെൻ്റാണോ 0 ആക്കാനുള്ളത് ആ എലമെൻറ്റിന് ലെഫ്റ്റിലോട്ടുള്ള ഒരു നമ്പറുകൾക്കും ചേഞ്ച് ഉണ്ടാകില്ല. ഓക്കെ, അന്നേരം ഇത് 0 ആക്കണം. ദാറ്റ് മീൻസ് R2 ആണ് 0 ആക്കാനുള്ളത്. അന്നേരം R2 ചേഞ്ചസ് ടു R2ൽ നിന്നും, അതായത് -7/2 ആണ് ഇവിടെ കിടക്കുന്ന നമ്പർ. ഓക്കെ, ആ -7/2 കൂടെ എന്തോ ആഡ് ചെയ്താലാണ് 0 ആകുന്നത്? 7/2 ആഡ് ചെയ്താലേ 0 ആകത്തുള്ളൂ. അന്നേരം ഈ ലീഡിങ് വണ്ണിൻ്റെ സഹായത്താലാണ് 0 ആക്കേണ്ടത്. അന്നേരം ഈ 1 അടങ്ങുന്ന റോയിനെ കംപ്ലീറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
എന്നാലേ അവിടെ 7/2 എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നേരത്തെ പറഞ്ഞ അതേ പരിപാടി. ഓക്കെ, അതാണ് അത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നോക്കാം, ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് നോക്കട്ടെ. സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടോ? ഇതാ കിടക്കുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനം ഇതാണ്. അതായത് നമുക്ക് R2 ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്, എന്നിട്ട് ഇതാണ് 0 ആക്കാനുള്ളത്. അന്നേരം അതിൻ്റെ റൈറ്റിലോട്ട് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഈ R2 അതുപോലെ ആദ്യമേ എടുത്ത് എഴുതി -7/2 -6. ഓക്കെ, അതാണ് ഇതായി എഴുതിയിരിക്കുന്നത്, -7/2 -6. ഓക്കെ, ഇനി 0 വരണമെന്നുണ്ടെങ്കിൽ ഈ -7/2 കൂടെ 7/2 ആഡ് ചെയ്താലേ 0 ആകത്തുള്ളൂ. അതായത് 7/2 വരണ്ടേ? 7/2 വരണമെങ്കിൽ ആ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം 1നെ അല്ല ചെയ്യാനുള്ളത്, ആ 1 അടങ്ങുന്ന റോയിനെ. റോ എന്ന് വെച്ചാൽ R3 ആണ്. അന്നേരം R3നെ 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്പറിനെ ചേഞ്ച് വരത്തുള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ള നമ്പറിന് എഴുതാത്തത്. ഓക്കെ, അന്നേരം മൊത്തത്തിൽ ആ റോയിനെ 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും? ഇതാ ഇങ്ങനെ വരും. മൾട്ടിപ്ലൈ നിങ്ങൾ ചെയ്താൽ മതി, ഇങ്ങനെ വരും. 7/2 എന്നും 7 എന്നും വരും. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ഇത് മൈനസും ഇത് പ്ലസ്സും ഇല്ല, അന്നേരം ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോഴത്തേക്ക് R2 + 7/2 R3, അതാണ് ഓപ്പറേഷൻ. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, 0 എന്നും 1 എന്നും വരും. അന്നേരം 0 1 എന്ന് അവിടെ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അന്നേരം നമ്മൾ ചേഞ്ച് ചെയ്തത് താണ്ട ഈ സാധനമാണ്, R2 ആണ്. ഇത് 0 ആയി, ഇത് 1 ആയി. ഓക്കെ, അതാണ് തൊട്ടത്ത് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്, അതാണ് 0 1. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഈ 6 0 ആക്കുക എന്നുള്ളതാണ്. 6 0 ആക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? 6 0 ആക്കാൻ വരുന്ന 6 എന്ന് വെച്ചാൽ ഏത് റോയാ? R1 ആണ്. അതായത് R1-നാണ് ചേഞ്ച് സംഭവിക്കുന്നത്. R1 ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള എലമെൻസിനെ ചേഞ്ച് വരത്തുള്ളൂ. അന്നേരം ആ 6ഉം 14ഉം അങ്ങ് എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി ഈ 1 6 ആയാലേ നമുക്ക് 0 ആക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ റോയിനെ കംപ്ലീറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് R3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 6 6, 2 × 6 12 എന്ന് വരും. വീണ്ടും അവ തമ്മിൽ എന്തോ ചെയ്താലേ 0 ആകുന്നത്? സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് R1-ൽ നിന്നും എന്ത് കുറയ്ക്കണം? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കുറയ്ക്കണം. അതായത് R3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് R1 - 6 R3. ഓക്കെ, കുറയ്ക്കാൻ അറിയാമല്ലോ എന്താകുമ്പോൾ 0 എന്നും 14 - 12 2 എന്നും വരും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. അന്നേരം ഈ ലീഡിങ് 1-ന് മുകളിലുള്ള 2 എലമെൻറ്റും 0 ആയി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ലീഡിങ് 1 ഏതാണ്? അതാണ് ബാക്കിലോട്ടാണ് പോകേണ്ടുള്ളത്. ഇതാണ് ലീഡിങ്. അതിന് മുകളിലുള്ള ഈ എലമെൻറ്റ് 0 ആക്കണം, -5. ഓക്കെ, -5 0 ആക്കണം. അന്നേരം 0 ആക്കാനുള്ളത് ഈ നമ്പറാണ്. അത് ഏത് റോയിലാണ്? R1-ലാണ്. അന്നേരം R1 ചേഞ്ചസ് ടു R1-ൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അന്നേരം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്പേഴ്സിന് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. അത് പ്രത്യേകം ആലോചിച്ചോണം. ഓക്കെ, അന്നേരം നമ്മൾ ചെയ്യാനുള്ള പരിപാടി ആദ്യം ആ നമ്പർ അങ്ങ് എടുത്ത് എഴുതുന്നു. -5 3 0 2 അതെഴുതി. ഓക്കെ, ഇനി ഈ ലീഡിങ് 1 വെച്ചിട്ടാണ് 0 ആക്കുള്ളത്. ഓക്കെ, അന്നേരം 0 ആക്കാനായിട്ട് ഈ നമ്പർ ഏതാണോ ആ നമ്പർ കൊണ്ട് ലീഡിങ് 1 ഉള്ള റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് -5 കൊണ്ട് ഈ റോയിനെ R2നെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5 0 0 1 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, അല്ലെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, -5 തന്നെ വേണമെന്നില്ല, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഓക്കെ, 5 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മതി. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, കാര്യം നമുക്ക് ഇതെല്ലാടെ 0 ആക്കാനുള്ളത് -5. -5 0 ആക്കണം. -5 0 ആക്കാനായിട്ട് ആ -5 ആ റോയിലെ എലമെൻറ്റ്സ് എഴുതി. -5 3 0 2. ഓക്കെ, അങ്ങനെ 0 ആവണമെന്നുണ്ടെങ്കിൽ ഈ 1 എന്താകണം? 5ഓ -5ഓ എന്ത് തന്നെ ആയാലും മതി, സെയിം നമ്പർ ആയാൽ മതി, സൈൻ പിന്നെ കൊടുത്താലും മതി. ഓക്കെ, ഞാൻ ഈ റോയിനെ കംപ്ലീറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. R2നെ കംപ്ലീറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ. അന്നേരം എന്താ ഒരു 5 കൊണ്ട് 5 0 0 5 എന്ന് വരും. ശരിയല്ലേ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താ -5 ആണ്, ഇത് 5 ആണ്. പരസ്പരം ആഡ് ചെയ്താൽ പോരെ? അങ്ങനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ റോകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. അതായത് എന്താ ചേഞ്ച് സംഭവിക്കുന്നത്? R1 ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. R1 ചേഞ്ചസ് ടു R1-ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? R1 + R2-ൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുന്നു. R2-ൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തത് R1-ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, R1 + 5 R2. ഓക്കെ ആണല്ലോ? ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, ആഡ് ചെയ്യാൻ അറിയില്ല. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -5 + 5 0 എന്ന് വരും. 3 + 0 3 എന്ന് വരും. 0 + 0 0 എന്ന് വരും. 2 + 5 7 എന്ന് വരും. 0 3 0 7 എന്ന് വരും. ഓക്കെ, അന്നേരം ഈ ഇത്രയും നമ്പറിൽ ചേഞ്ചായി. കാര്യം R1 ആണ് ചേഞ്ച് ചെയ്തത്, അതുകൊണ്ട് ആ എലമെൻസിന് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. അതെ, 0 3 0 7 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അന്നേരം ലീഡിങ് 1-ന് മുകളിലുള്ളതും 0 ആയി. ലീഡിങ് 1-ന് താഴെയുള്ളത് 0 ആയപ്പോഴത്തേക്ക് റോ എക്കലോൺ ഫോമായി.
ലീഡിങ് വണ്ണിന് മുകളിലുള്ളത് കൂടി ആറാമത്തെ സ്റ്റെപ്പ് സീറോ ആക്കിയപ്പോൾ അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമായി. ക്ലിയർ ആണല്ലോ? അന്നേരം ഇതാണ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. അന്നേരം ഇത്തരത്തിൽ ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകളാണ് നമ്മൾ ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും വിശാലമായിട്ടൊന്നും ആയിരിക്കത്തില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അല്പം സ്പീഡിന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഓപ്പറേഷൻസൊക്കെ സൈഡിൽ എഴുതി ശീലിച്ച് പോക്കണം. ഓക്കെ, അന്നേരം ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത്. ഓക്കെ, ഇത് ഈ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ പ്ലസ് 1 പഠിച്ചിട്ടുള്ളതാണ്. അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആക്കി പറഞ്ഞു പോയത്. ഓക്കെ, അന്നേരം തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. ഇതിൻ്റെ അഡീഷണൽ പ്രോബ്ലംസ് ഇനിയും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഗുഡ് ബൈ. താങ്ക് യു.